അതിരാവിലെയാണ്, സൂര്യൻ ഉദിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. മൈസൂരിലെ തെരുവുകളിലൂടെയാണ് ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സിറ്റി പതുക്കെ ഉണർന്നു വരുന്നതേ ഉള്ളൂ. പോകുന്നത് മനോഹരമായ ഒരു പുരാതന ദേവാലയത്തിലേക്കാണ്. അങ്ങനെ പള്ളിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. മൈസൂരുവിലെ ഏറെ പ്രശസ്തമായിട്ടുള്ള സെയിൻറ്റ് ജോസഫ് ആൻഡ് സെയിൻറ്റ് ഫിലോമിന കത്തീഡ്രലാണിത്. ഈ പള്ളി കാത്തലിക് ചർച്ചിൻ്റെ മൈസൂർ ഡയോസിസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ആയിരത്തി 1936 മഹാരാജ കൃഷ്ണരാജ വടിയാർ നാലാമൻ്റെ കാലത്താണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. നിയോ ഗോതിക് ശൈലിയാണ് ഇതിൻ്റെ ഡിസൈനിന് അവലംബിച്ചിട്ടുള്ളത്. ജർമ്മനിയിലെ കുലോൺ കത്തീഡ്രൽ, അതുപോലെ ന്യൂയോർക്കിലെ സെയിൻറ്റ് പാട്രിക്സ് ചർച്ച്, ഇതിൻ്റെയൊക്കെ ഒരു സ്വാധീനം ഈ ചർച്ചിൻ്റെ ഡിസൈനിൽ കാണാൻ കഴിയും. ഇത് ഏഷ്യയിലെ തന്നെ വലിയ പള്ളികളിലൊന്നാണ്. പള്ളിയുടെ അകത്തേക്കൊന്ന് പോകാം. ഒരു കുരിശിൻ്റെ രൂപത്തിലാണ് പള്ളിയുടെ നിർമ്മിതി. അതുകൊണ്ട് തന്നെ പ്രധാന ഹാളും അൾത്താരയുടെ വശങ്ങളിലായിട്ട് ചെറിയ 2 ഹാളുകളുമുണ്ട്. യേശുവിൻ്റെ വളർത്തച്ഛനായിട്ടുള്ള സെയിൻറ്റ് ജോസഫിൻ്റെയും അതുപോലെ ഗ്രീസിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ, ഏതാണ്ട് 13 വയസ്സിൽ തന്നെ രക്തസാക്ഷിയാക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന സെയിൻറ്റ് ഫിലോമിനയുടെയും പേരിലാണ് ഈ കത്തീഡ്രൽ അറിയപ്പെടുന്നത്. ഇതാണ് അൾത്താരയ്ക്ക് നേരെയുള്ള പ്രധാന ഹാൾ. സെയിൻറ്റ് ഫിലോമിനയുടെ തിരുശേഷിപ്പ് ഇവിടെ പ്രധാന അൾത്താരയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. രാവിലെ 5 മുതൽ രാത്രി 8 വരെ ഇവിടെ പ്രവേശനമുണ്ടാവും. പ്രവേശനം തികച്ചും സൗജന്യമാണ്. മൈസൂരിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ഏറെയും മനോഹരമായിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഈ പള്ളിയും സന്ദർശിച്ചിട്ടാണ് മടങ്ങാറ്.